ഇവിടെ ഹീറോയിനും അവളുടെ ഫാമിലിക്കും കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും സന്തോഷമായിട്ട് ലൈഫ് ലീഡ് ചെയ്യാണ്. എന്നാൽ അതേ സമയത്ത് ഇവളുടെ അച്ഛനായിരിക്കും കഷ്ടപ്പെട്ട് വെൽഡിംഗ് വർക്കിന് പോയിട്ട് ഫാമിലി റൺ ചെയ്യുന്നുണ്ടാവുക. ഇത് കാണുന്ന ഹീറോയിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു നല്ല ജോലിയിൽ കയറിയിട്ട് അച്ഛനെ റിട്ടയർമെന്റ് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അതിനായിട്ട് ഇവളാണെങ്കിൽ കുറെ കമ്പനികൾ കയറി ഇറങ്ങുന്നുണ്ടാകും. പക്ഷെ ഒരിടത്തും ഇവൾക്ക് പറ്റിയ പണി ഉണ്ടാവില്ല. അങ്ങനെ ഒരു ജോലി കിട്ടിയത് തന്നെ അത് ഒന്നില്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ സിറ്റിയിലായിരിക്കും. പക്ഷേ രണ്ട് കാര്യങ്ങളും ഇവളുടെ വീട്ടിൽ സമ്മതിക്കുന്നുണ്ടാവില്ല. അതേസമയത്ത് ഇവന്റെ വീട്ടുകാരാണെങ്കിൽ ലവിനും എതിരായിരിക്കും. അതുകൊണ്ട് തന്നെ ഹീറോയിന് ബോയ് ഫ്രണ്ട് പറഞ്ഞിട്ട് ആരും ഉണ്ടാവില്ല. അതേസമയത്ത് ഇവളെയാണെങ്കിൽ ഒരു വൺ സൈഡ് ലവ് ചെയ്യുന്നുണ്ടാകും. അവനാണെങ്കിൽ ഫാർമസിയിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഒരു ദിവസം അവനാണെങ്കിൽ ഇവളെ പ്രപ്പോസ് ചെയ്യാണ്. പക്ഷേ ഇവളാണെങ്കിൽ അവൻ ഡീസനായിട്ട് റിജക്ട് ചെയ്ത് വിടുകയാണ്. ഇവളുടെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് ആണെങ്കിൽ പുതിയതായിട്ട് ജോലി കിട്ടുന്ന പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ടുണ്ടാകും. ഇത് കാണുന്ന ഹീറോയിനാണെങ്കിൽ അവളുടെ ഹെൽപ്പ് ചോദിക്കുകയാണ്. അതിന് ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ ഹീറോയിനെ റെക്കമെൻഡ് ചെയ്യുന്ന പറഞ്ഞ ഒരു പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഹീറോയിൻ നൈറ്റ് ആകുമ്പോൾ പാർട്ടിയിലേക്ക് പോകും. അവിടെ വെച്ച ഫ്രണ്ട് ആണെങ്കിൽ ഹീറോയിനെ ബോസിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവളോടാണെങ്കിൽ വെള്ളം ഓടിക്കാൻ പറയുന്നുണ്ടാവും. അങ്ങനെ ഹീറോയിനും വേറെ വഴിയില്ലാതെ അവരോടൊപ്പം വെള്ളം ഓടിക്കുകയാണ്. അവസാനം ഡാൻസ് കളിച്ച് മയങ്ങിയും പോവുകയാണ്. ഇവളുടെ ഫ്രണ്ടും എച്ച്ആറും ചേർന്നായിരിക്കും ഇവളെ ഒരു റൂമിൽ കൊണ്ടുവിടുക. പക്ഷെ അവരാണെങ്കിൽ ഡോർ ലോക്ക് മറന്നു പോകും. അങ്ങനെ രാവിലെ എണിക്കുന്ന ഹീറോയിനാണെങ്കിൽ ടയർഡായിട്ട് വീട്ടിൽ വരികയാണ്. ആ ക്ഷീണത്തിലാണെങ്കിൽ വീണ്ടും കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ദിവസങ്ങളും കടന്നു പോകുകയാണ്. 2 മാസം ശേഷം എച്ച്ആർ ആണെങ്കിൽ ഇവളെ കോൾ ചെയ്തിട്ട് വേക്കൻസിന് വന്ന് ജോയിൻ ചെയ്യാൻ പറയുകയാണ്. ഈ കാര്യം വീട്ടിൽ പറഞ്ഞ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഹീറോയിൻ ചെറുതായിട്ട് വയ്യാതാവുകയാണ്. അങ്ങനെ ഹീറോയിനും ഒരു ഡോക്ടറെ പോയി കാണാൻ ഇവൾക്കുള്ള സിംറ്റംസ് മുഴുവൻ പറഞ്ഞു കൊടുക്കും. പക്ഷേ ആ ഡോക്ടർ ആണെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവസാനം പ്രഗ്നൻസി ടെസ്റ്റ് എടുക്കണമെന്ന് പറയും. ആ ഡോക്ടർ പറയുന്നത് കേട്ട് ദേഷ്യപ്പെടുന്ന ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് വീട്ടിലേക്ക് വരികയാണ്. കാരണം ഇവൾക്കാണെങ്കിൽ ബോയ് ഫ്രണ്ട് ഉണ്ടാവില്ല, റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. പക്ഷേ ഇവൾക്ക് പീരിയഡ്സ് ഡിലേ ആവുന്നതുകൊണ്ട് തന്നെ അവസാനം ഒരു ഡൗട്ടിലെ ടെസ്റ്റ് എടുത്ത് നോക്കും. അതിന്റെ റിസൾട്ട് ആണെങ്കിൽ പോസിറ്റീവ് എന്നും വരികയാണ്. ഇത് കാണുന്ന ഹീറോയിനാണെങ്കിൽ ഷോക്ക് ആവുകയാണ്. നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ അത് കമന്റ് ചെയ്ത് വീഡിയോക്ക് ലൈക്കും ചെയ്യുക.